ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ ജാഫർ പറയുന്നുണ്ട്. അതായത് അഫ്സലും ദിയാസനയും കൂടിയാണ് എയർപോർട്ടിൽ കൊണ്ടാക്കിയത്. അതായത് അഫ്സലുണ്ട്, നിന്റെ ഗെയിമാണിത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇത് ഗെയിമാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി പക്ഷേ ആ ഗെയിം പിടിച്ച് മുന്നോട്ട് പോകണ്ട. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയേ ഉള്ളൂ. അതായത് ഗബ്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പിടിച്ച് മുന്നോട്ട് ഇനി പോവണ്ട, അത് സീനാണ് മോളെ. അപ്പോൾ അതുകൊണ്ട് ആ മാലയൊക്കെ ഊരി ഫോട്ടോയൊക്കെ എടുത്ത് മാറ്റി ഇനി മുന്നോട്ട് പോ. അഫ്സലൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്, നീ പേടിക്കേണ്ട കാര്യമില്ല, അഫ്സലാണ് നമ്മളെ കൊണ്ടാക്കിയത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് ജാസ്മിൻ്റെ വാപ്പ പറയുന്നത് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഏറെക്കുറെ ക്ലിയർ ആണ്. ഞാനിത് ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ പ്ലാൻഡ് ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് സത്യം അറിയില്ല. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ. നമുക്ക് അറിയാത്ത കാര്യം പിന്നെ സംശയം തോന്നുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട്. ബട്ട് ഇതിനകത്ത് എനിക്ക് ഒന്നും പറയാനില്ല. അഫ്സലും ജാസ്മിനും നേരത്തെ വിവാഹം ഉറപ്പിച്ച രണ്ടുപേരാണ്. ഇത് ഡ്രാമയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് സന്തോഷകരമായ ഒരു ജീവിതം കിട്ടും, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ അഭിപ്രായമൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ ജാസ്മിൻ ആണെങ്കിലും ഇനി ബിഗ് ബോസിൽ പോകുന്ന ആരാണെങ്കിലും ഗെയിമിന് വേണ്ടിയിട്ട് പൊന്നു മക്കളെ അവിടെ പോയി കോംബോ പിടിക്കരുത്. നിങ്ങൾ കുത്തുവാള എടുക്കും, ഉള്ള കാര്യം പറയാമല്ലോ. ഇനി പോകുന്നവരാണെങ്കിലും നിങ്ങൾ ജെന്യുവിനാണോ, പ്രേക്ഷകരത് ഏറ്റെടുക്കും, സ്വീകരിക്കും. നാടകം ആളുകൾക്ക് മനസ്സിലാകും, അത് നിലനിൽക്കില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ.